ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നടപടികൾ നടക്കുന്നത് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ്. ഇപ്പോൾ ആ കോർട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രശാന്തിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ നാൾവഴികൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ശബരിമലയിൽ ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലും മറ്റും വലിയ തോതിലുള്ള സ്വർണ്ണ കവർച്ചയുണ്ടായി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത ജനം TV ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തിലേക്ക് ഈ കേസിന്റെ അന്വേഷണം എത്തുന്ന വേളയിൽ നോക്കൂ, ദേവസ്വം ബോർഡിന്റെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്നത്. എ പത്മകുമാർ, എൻ വാസു എന്നീ രണ്ട് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർക്ക് പിന്നാലെ PS പ്രശാന്തിനെ കൂടി ഇതാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സുപ്രധാനമായ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ച കേരളത്തിലെ ഒരേ ഒരു മാധ്യമം അത് ജനം TV ആണ്. രാജീവിലേക്ക് കൂടി പോകുകയാണ്. രാജീവ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വളരെ സുപ്രധാനമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് 2025 ശബരിമലയിൽ നിന്നും സ്വർണം നഷ്ടമായി എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ SIT എത്തിയിരിക്കുകയാണല്ലോ. ഈ വേളയിലാണോ പ്രശാന്തിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്? രാജീവ്, യൂറോപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. 2025 സ്വർണ്ണ കവർച്ചയിലും സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് ഇതുവരെ പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 2025 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്നാണെങ്കിൽ SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് 2025 സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് സ്വർണം പൂശിയപ്പോൾ വീണ്ടും സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. 2019 കട്ടളപ്പാളികളിൽ നിന്നും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തു എന്ന കണ്ടെത്തലിലേക്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘം എത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണത്തിലേക്ക് എത്തിയതാണെങ്കിൽ ഇപ്പോൾ 2025 സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തലിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നു. അത് തന്നെയാണ് PS പ്രശാന്തിന് ഏറ്റവും കൂടുതൽ കുരുക്കാകുന്നത്. അതായത് 2019 സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ വേണ്ടി മാത്രമല്ല 2025 വീണ്ടും സ്വർണം കവരാനുള്ള നീക്കവും നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ SIT തുടങ്ങിയത്. മാത്രമല്ല 2019 ഈ സ്വർണം പൂശിയ ശേഷം ശബരിമലയിലേക്ക് എത്തിച്ച ഈ സ്വർണ്ണപ്പാളികളുടെ തിളക്കം കുറഞ്ഞു വരുന്നതായി ജീവനക്കാർ തന്നെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികൾ കൊടുത്തുവിടുന്നത്. അതിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതിനുമൊക്കെ അപ്പുറത്തേക്കാണ് ഈ സ്വർണം വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തലിലേക്ക് കൂടി SIT എത്തിയിരിക്കുന്നത്. അത്തരം നിഗമനത്തിലേക്ക് കൂടി SIT എത്തിയിരിക്കുന്നത്. അത് PS പ്രശാന്തിന് കുരുക്കാവുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ ഒരു തരത്തിലുള്ള പരിശോധനകളും 2025 ഭരണസമിതി നടത്തിയില്ല എന്ന വസ്തുത കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. 2023 മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നത്. 2019 സ്വർണം പൂശിയ സ്വർണം തെളിഞ്ഞു വരുന്നു. ഇത് പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിലാണ് മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നത്. 2024 PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതി ചുമതലയേൽക്കുന്നു. അപ്പോഴും ഇതേ നീക്കങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. 2024 സ്മാർട്ട് ക്രിയേഷൻസിന്റെ കത്തയക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിടാനുള്ള നിർദ്ദേശം സ്മാർട്ട് ക്രിയേഷൻസ് നൽകുന്നു. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത്. PS പ്രശാന്ത് ഇതുവരെ അവകാശവാദമായി പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചതെന്നാണ്. പാളികളിൽ നിന്നാണ് വീണ്ടും സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നത്. ഈ പാളികൾ തിരികെ എത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള പരിശോധനകളും പിന്നീട് നടക്കുന്നില്ല എന്ന വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് SIT അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് വീണ്ടും ഈ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിർണായകമായ കണ്ടെത്തലിലേക്ക് SIT എത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഇന്ന് കോടതിയെ ഏതായാലും SIT അറിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് PS പ്രശാന്തിനെ വലിയ കുരുക്കാകും. മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇത് കുരുക്കാകും. അവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നിലവിൽ SIT നടത്തുന്നുണ്ട്. അവരെയും പ്രതികരിച്ചിട്ടുണ്ട്. അവരെയും കൂടി അറസ്റ്റ് ചെയ്യും. 2019 ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട FIR-ൽ പേര് ചേർത്ത്, അതായത് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം കൊണ്ടുപോയ സംഭവത്തിൽ FIR-ൽ പേര് ചേർത്തുകൊണ്ട് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ SITയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി PS പ്രശാന്തിനെ ഇന്ന് റിമാൻഡ് ചെയ്യും. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ നീക്കം SIT നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയതാണ്. അന്ന് ഇടതു ഭരണകാലത്ത് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി PS പ്രശാന്ത് കൂടി അറസ്റ്റിലായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ സർക്കാരിൽ നിന്ന് SITക്ക് വലിയ
സമ്മർദ്ദം നേരിടേണ്ടി വന്നു. പിന്നീട് ഭരണം മാറിയപ്പോഴും PS പ്രശാന്തിനെ സംരക്ഷിക്കാനുള്ള നീക്കം തന്നെ തുടരുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ വളരെ നിർണായകമായ ഇടപെടൽ ഈ വിഷയങ്ങളിലൊക്കെ മറുപടി പറഞ്ഞ് മതിയാകൂ എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചതോടുകൂടിയാണ് SIT ഈ PS പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നതും ഇപ്പോൾ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതും. 3 ദിവസം മുമ്പ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിലും അത് വിജയിച്ചില്ല. ഇതിനുശേഷമാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനു ശേഷം വീണ്ടും PS പ്രശാന്ത് ഇപ്പോൾ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ PS പ്രശാന്തിന് കുരുക്കാകുന്നത് ഇത് തന്നെയാണ്. അതായത് 2025 സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു. 2019 നടന്ന വലിയ സ്വർണ്ണ കവർച്ച, ശബരിമലയിൽ നിന്നും സ്വർണം കവരുന്ന രീതിയിലേക്ക് എത്തിയ വലിയ സ്വർണ്ണ കവർച്ചയിൽ 2025 സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് എങ്ങനെ പറഞ്ഞാൽ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അഴിക്കുള്ളിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കീവട്ടിക്കുള്ള ശബരിമലയിൽ നടത്തി 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും വലിയ കൊള്ള തന്നെയാണ് ഇപ്പോൾ ഓരോ ഘട്ടങ്ങളിലായി പുറത്തു വരുന്നത്. ഇനിയും പിടികൂടാനുള്ള ആളുകളുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അഴിക്കുള്ളിലാകാത്ത സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര വലിയ സ്വാധീനം ശബരിമലയിൽ ഉറപ്പിക്കാൻ എല്ലാ സഹായവും ചെയ്തു നൽകിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ നിലവിൽ SITക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള മൊഴികൾ SITക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് നിലവിൽ SIT പോയിട്ടില്ല. മാത്രമല്ല 2025 സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം വളരെ ശക്തമായി വരുന്നപ്പോഴും SIT അതിന് തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. 2019 കേസിൽ വീണ്ടും FIR ആഡ് ചെയ്യുക മാത്രമാണ് നിലവിലിപ്പോൾ SIT ചെയ്തിരിക്കുന്നത്. 2025 പ്രത്യേകമായി FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രനും കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ടെത്തി കണ്ട കാര്യമൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള സമ്മർദ്ദം ഏതായാലും SITക്ക് മേൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയേക്കാം. ഏതായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഓരോ നീക്കവും ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം TV-യാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സംഭവമായ A പത്മകുമാറിന്റെ പങ്കായാലും N വാസുവിന്റെ പങ്കായാലും തൊട്ടു പിന്നാലെ PS പ്രശാന്തിന്റെ പങ്കായാലും എണ്ണി പുറത്തു കൊണ്ടുവന്നത് ജനം TV-യാണ്. തെളിവുകൾ സഹിതമാണ് ജനം TV ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോന്നായി പുറത്തുവിട്ടതും PS പ്രശാന്തിന് അഴിക്കുള്ളിലാകുമെന്ന കാര്യം ആദ്യം പറഞ്ഞതും ജനം TV-യാണ്. ഗൗതം, അത് തന്നെയാണ്. ഏതായാലും ജനം TV-യാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷനുകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒടുവിൽ പ്രശാന്തിന്റെ അറസ്റ്റിന്റെ ദൃശ്യങ്ങളും ഈ വാർത്തയും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജനം TV-യാണ്. ഇപ്പോഴും ജനം TV സംഘം ഈ PS പ്രശാന്തിനെ കൊണ്ടുപോകുന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെ ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബിനീഷിലേക്ക് പോകുകയാണ്. ബിനീഷ്, നേരത്തെ രാജീവ് സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നത് SIT സമ്മർദ്ദങ്ങൾക്ക് പുറത്തേക്ക് വരുന്നു എന്നതാണ്. കാരണം LDF ഭരണകാലത്ത് PS പ്രശാന്തും അതോടൊപ്പം തന്നെ കടകംപള്ളിയും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. പക്ഷെ അന്ന് ഭരണകൂടത്തിന്റെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി വളരെ നിർണായകമായ ചില ഇടപെടലുകൾ അടുത്ത കാലത്ത് നടത്തിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലല്ലേ SIT സംഘം ഇപ്പോൾ PS പ്രശാന്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എത്രത്തോളം നിർണായകമാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ്, ബിനീഷ്? കൂടുതൽ അറസ്റ്റിലേക്ക് ഈ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കടന്നേക്കും എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഈ PS പ്രശാന്തിനും ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫോട്ടോസ് അടക്കം ദൃശ്യങ്ങളടക്കം പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇത് കോടതിയിൽ ഒരു ചോദ്യമായി ഒരുപക്ഷെ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തായിരുന്നാൽ അത്തരത്തിലുള്ളൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാകും. നേരത്തെ സംഭവിച്ചിരുന്നത് പല ഘട്ടങ്ങളിലും അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്കൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ അത്തരം പ്രശ്നങ്ങൾ മാറി നിൽക്കുമ്പോൾ ഇനി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകും. ആ കോടതിയുടെ ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ PS പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ വീട്ടിലെത്തിയപ്പോൾ തന്നെ
കൃത്യമായി നമുക്കറിയാം, നേരത്തെ പല പ്രതികളെയും പ്രത്യേകിച്ച് ഈ പ്രതിപട്ടികയിലുള്ള പ്രതികളെ അടക്കം അന്വേഷണ സംഘം വിളിച്ചു വരുത്തുന്നതാകട്ടെ, അല്ലെങ്കിൽ അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലും വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക്. ഇവിടെ നേരെ മറിച്ചായിരുന്നു സംഭവം. പ്രത്യേകിച്ച് പ്രശാന്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു, പ്രശാന്തിനെ പിടികൂടുന്നു, തൊട്ടു പിന്നാലെ കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ തെളിവുകൾ, പ്രത്യേകിച്ച് PS പ്രശാന്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അത് സജീവമായി തന്നെ PS പ്രശാന്ത് നടത്തിയിരിക്കുന്നു. ആ ഒരു ഇടപെടലിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കേസിന്റെ ഒരു മുന്നോട്ട് പോക്കുന്ന തരത്തിലേക്ക് PS പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 11 മണിയോട് കൂടി കോടതി നടപടികൾ ആരംഭിക്കും. ഈ 11 മണിക്ക് തന്നെ കൊല്ലത്തെ കോടതിയിൽ ഈ PS പ്രശാന്തിനെ ഹാജരാക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തി വരുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് മുട്ടടയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിക്കുമെന്നായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഓഫീസിൽ എത്തിക്കാതെ തന്നെ നേരിട്ട് കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിലവിൽ ഈ കൊല്ലത്തെ കോടതിയിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ PS പ്രശാന്തിനെ എത്തിച്ചേക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമ്മുടെ ജനം TV സംഘവും ഈ PS പ്രശാന്തിനെ വഹിച്ചുകൊണ്ടു പോകുന്ന വാഹനത്തെ പിന്തുടരുന്നുണ്ട്. എന്തായിരുന്നാലും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൗതം. ഓക്കെ ബിനീഷ് ദയവായി തുടരുക. PS പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്ന 2 ദൃശ്യങ്ങൾ, ഒന്ന് വളരെ എക്സ്ക്ലൂസീവായ ദൃശ്യമാണ്. അത് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് PS പ്രശാന്തിനെ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വണ്ടിക്ക് തൊട്ടു പിന്നിൽ ജനം TVയുടെ ശ്യാമപ്രസാദ് അടങ്ങുന്ന യൂണിറ്റ് ആ കാറിനെ ചേസ് ചെയ്യുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് അത് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് തന്നെയാണ് ആ കാർ പോകുന്നത്, PS പ്രശാന്തിനെ കൊണ്ടുപോകുന്നത് എന്ന് ലഭ്യമാകുന്നു. MC റോഡിലൂടെയാണ് ആ വാഹനം പാഞ്ഞു നീങ്ങുന്നത്. അത് സ്ക്രീനിൽ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം, മറുഭാഗത്ത് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന വേളയിലുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യമാണ്. കേരളത്തിൽ ജനം TV മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, ഈ 2 ദൃശ്യങ്ങളും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ നിർണായകമാകുന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും